ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂരിന്റെ നാടക ആചാര്യൻ അന്തരിച്ചു. ഓർമ്മകൾക്ക് വിട ചൊല്ലി അതുല്യ പ്രതിഭയായിരുന്ന തിരൂർ ദാസ് എന്ന ഭാസ്കരദാസ് അന്തരിച്ചു. സിനിമാ നടനും നാടക നടനും നാടക സംവിധായകനും കാതികനും സാഹിത്യകാരനും വൈദ്യരുമായിരുന്ന തിരൂർ ദാസ് ഇന്നലെ വൈകിട്ടോടെയാണ് വെട്ടംപടിയത്തെ വസതിയിൽ വെച്ച് അന്തരിച്ചത്. മലബാറിലെ നാടക കലാകാരന്മാരിൽ പ്രശസ്തൻ, 25-ാം വയസ്സിൽ നാടകലോകത്തേക്ക് കടന്നുവന്ന സംവിധായകനും നടനും ഗാനരചയിതാവും കഥാപ്രാസംഗികനും സിനിമാ നടനുമായ തിരൂർ ദാസ് കലാസാധകരുടെ മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകില്ല. മദിരാശിയിലും നിരവധി വേദികളിൽ നാടകം അവതരിപ്പിച്ചു. നാട്ടിൽ ജ്യോതി തിയേറ്റേഴ്സ് എന്ന നാടക സമിതിക്ക് രൂപം നൽകി. കേരളത്തിലുടനീളവും കോയമ്പത്തൂരിലും മധുരയിലും നാടകം അവതരിപ്പിച്ചു. പിന്നീട് KP കുട്ടി വാക്കാട് രചിച്ച ദുബായ് കുട, നോമ്പ്, പേരില്ലാ പാലം തുടങ്ങിയ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലി എന്ന് പറഞ്ഞാൽ ശരിക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. അഭിനയിച്ച ഓരോ കഥാപാത്രത്തെയും അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലി. മറ്റു ചില ആളുകൾ അങ്ങനെയല്ല, അത് ഇന്നമാതിരി ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാന്ന് പറയും. അത് തിരുവദാസ് അതല്ല. ഓരോ കഥാപാത്രത്തെയും അവരെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്കും അത് അഭിനയിച്ച് കാണിക്കുന്ന ഒരു സംവിധാന ശൈലിയായിരുന്നു തിരൂർദാസിൻ്റെ. അദ്ദേഹത്തിൻ്റെ മരണം സത്യത്തിൽ വല്ലാത്തൊരു അഗാധത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് തീരം യവനികയുടെ നട്ടലായ തിരൂർദാസ് വിട്ടുപിരിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്. നിരവധി നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. കഥാപ്രസംഗ രചനയിലും അവതരണത്തിലും സംഗീതം നൽകുന്നതിലും ഇദ്ദേഹം കഴിവ് തെളിയിച്ചു. പ്രശസ്തരായ ഒട്ടേറെ കലാകാരന്മാർ ഇദ്ദേഹത്തോടൊപ്പം നാടകരംഗത്ത് പ്രവർത്തിച്ചു. സവാക്ക് എന്ന കലാകാരന്മാരുടെ സംഘടനയിൽ അംഗമായിരുന്നു. നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. നാടൻ ചികിത്സയും നാട്ടിലെ ഭജന സംഘാംഗവും ദേശത്തെ പ്രധാനിയുമായിരുന്നു ഇദ്ദേഹം. തിരൂർദാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് തിരൂരിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നാടക പ്രവർത്തകരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ്. നാടകത്തിൻ്റെ ആൾ നെല്ലിക്കവിഞ്ഞ് ഞാനൊരു 50 വർഷങ്ങൾക്ക് മുമ്പ്, 52 വർഷം മുമ്പ് കഥാപ്രസംഗം നമ്മുടെ തിരൂർദാസിൻ്റെ അതിമനോഹരമായ കഥാപ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ അതിന് മൂപ്പർക്ക് തബല വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നൊരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വളരെ കാലം തിരൂർദാസ് രംഗത്തുണ്ടായിട്ടുള്ളത്. ഈ അടുത്ത കാലം വരെ നാടകത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. KP കുട്ടി വാക്കാടിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ തിരൂർദാസാണ് സംവിധാനം ചെയ്യുക. അപ്പോൾ മാത്രമല്ല, ജീവിതം തന്നെ നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് തിരൂർദാസിനെ നമുക്ക് കാണേണ്ടത്. സുലേഖ മനസ്സിൽ, ആകാശം കടന്ന്, ഉമ്മച്ചിക്കുട്ടി, BA B.Ed എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷമിട്ടിട്ടുണ്ട്. മരണവിവരമറിഞ്ഞ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ശനിയാഴ്ച രാവിലെയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തുടർന്ന് അനുശോചന യോഗവും ചേർന്നു. ന്യൂസ് ബ്യൂറോ, വെട്ടം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.